നെക്സ്റ്റ് സെക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡബിൾ ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൻ്റെ ലൈൻ എക്സ് വൈ സെഡ് എന്ന് പറയുന്നതിന് ആ എക്സ് വൈ സെഡ് സ്പേസിനെ നമ്മൾ യു വി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്പേസിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ എക്സ് വൈ പ്ലെയിനിനെ യു വി പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിലായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, 3 കോർഡിനേറ്റ് ആക്സിസ് ഉണ്ടായിരിക്കും. 3 കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ആക്സിസ് ആയിരിക്കും. ഇതിൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എ അതായത് ജി ഓഫ് യു വി ഡബ്ല്യു, അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യു വി ആൻഡ് ഡബ്ല്യു ഇങ്ങനെയാണ് പറയുന്നത്. അതേമാതിരി വൈ ഇസ് ഈക്വൽ ടു ഈ ഫംഗ്ഷനോ യു വി ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നതും അതുമാതിരി തന്നെ സെഡ് ഇസ് ഈക്വൽ ടു കെ യു വി ഡബ്ല്യു എന്ന് പറയുന്നത്, അതായത് ഒരു ഫംഗ്ഷനോ വേറൊരു ഫംഗ്ഷനോ ഇൻ യു വി ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിനെ ഏത് പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പറയുന്നത്, യു ഡബ്ല്യു വി എന്ന് പറയുന്ന പ്ലെയിനിലോട്ട് ഇതിനെന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും. അപ്പം അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴുള്ള നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, എന്താണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇഫ് ജി എച്ച് ആൻഡ് കെ ഹാവ് കണ്ടിന്യൂസ് first order partial derivatives and Jacobian u v w is 0 only at the isolated point if at all, then triple integral over the domain D f of x comma y comma z dx dy dz which is equal to triple integral over g h of u v w into modulus of Jacobian of u v w du dv dw എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഉണ്ട്. ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നേരത്തെ പറഞ്ഞ മാതിരി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് യു വി ഡബ്ല്യു, അതുമാതിരി വൈ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് യു വി ഡബ്ല്യു ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു കെ ഓഫ് യു വി ഡബ്ല്യു എന്ന് നമ്മൾ പറഞ്ഞ മാതിരി ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷനെയാണ് നമ്മളിവിടെ പുതുതായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അതായത് എച്ച് ഓഫ് യു വി കോമ ഡബ്ല്യു എന്ന് പറഞ്ഞത്. അതുമാതിരി തന്നെ നമുക്കൊരു റീജിയൻ ഇൻ ദ എക്സ് വൈ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു റീജിയൻ ഇൻ ദി ഈ ഒരു പ്ലെയിൻ ഏതായിരിക്കും, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു ആ ഒരു ഡി എന്ന് പറഞ്ഞ റീജിയൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റീജിയനെ നമ്മൾ ഏത് ജി എന്ന് പറയുന്ന ഒരു റീജിയനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അത് ഏത് പ്ലെയിനിലായിരിക്കും, അതായത് യു വി ഡബ്ല്യു എന്ന് പറയുന്ന ഈ ഒരു പുതിയ പ്ലെയിനിലായിട്ടുള്ള റീജിയനായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉപയോഗിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജിയും എച്ചും കെയും കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം. എന്താണ്, ഇഫ് ജി എച്ച് ആൻഡ് കെ ഹാവ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് ജാക്കോബിയൻ ഓഫ് യു കോമ വി കോമ ഡബ്ല്യു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജാക്കോബിയൻ ഡിഫൈൻ ചെയ്യണ്ടേ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ജാക്കോബിയൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ജാക്കോബിയൻ അതായത് നമ്മൾ ജെ ഓഫ് യു വി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 വേരിയബിൾ ഉണ്ട് അല്ലേ, ഏതൊക്കെയാണ്, യുവും വിയും ഡബ്ല്യു. അങ്ങനെ യു വി ഡബ്ല്യു വേരിയബിളായിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജാക്കോബിയൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. ജാക്കോബിയൻ ഓഫ് u comma v comma w is equal to dou of x comma y comma z divided by dou of u comma v comma w which is equal to determinant of ആദ്യം നമ്മൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ചെയ്താൽ ദെൻ എക്സിന് വിയിൽ ദെൻ എക്സിന് ഡബ്ല്യുവിൽ അല്ലേ. അതാണ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു, ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വി ആൻഡ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ഡബ്ല്യു പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വൈ എടുക്കുക, വൈനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ദെൻ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ ഡബ്ല്യു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു യുവിലും
അതേമാതിരി തന്നെ വി ആൻഡ് സെഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ജാക്കോബിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ജാക്കോബിയൻ ഓഫ് യു വി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ സ്പെഷ്യൽ കേസസ് പറയുകയാണ്. ഇപ്പം നമ്മൾ എക്സ് വൈ പ്ലെയിനിനെ, അതായത് യു വി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതേ സംഭവം തന്നെ നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ പറയാൻ പോവുകയാണ്. ഓക്കെ, എന്തിനാണ് പറയാൻ പോകുന്നത്? സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്? അതായത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിനെ നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ ഒരു മറ്റേത് നമ്മൾ പറഞ്ഞത് ജനറലി പറഞ്ഞതാണ്. ഏതൊരു പ്ലെയിൻ, അതായത് യു വി ഡബ്ല്യു പ്ലെയിൻ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആ യു വി ഡബ്ല്യു പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാവാൻ പറ്റും? അതെന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് വരുന്ന പ്ലെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് വരുന്നതായിരിക്കാം, എന്തായിരിക്കാം നമ്മളവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇനി ഫസ്റ്റ് നമ്മളിവിടെ അതിപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ജനറൽ പ്രൊസീജിയറാണ് നമുക്ക് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പറയുകയാണ്, ഇഫ് ആ യു വി ഡബ്ല്യു എന്ന് പറയുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് വരുന്ന പ്ലെയിൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഒരു ഇൻ്റഗ്രലിന് എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം പറയുന്നത്, റിമാർക്കായിട്ട് പറയുന്നത്. അപ്പോൾ എന്താ പറയണതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഫോർ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ ആൻഡ് സെറ്റ് ടേക്ക് ദ പ്ലേസ് ഓഫ് യു വി ഡബ്ല്യു. മനസ്സിലായോ? അതായത് നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിനെ നമ്മൾ യു വി ഡബ്ല്യു എന്ന് പറയുന്ന പ്ലെയിനിലോട്ടാണ് കൺവേർട്ട് ചെയ്യാറ്. അത് ജനറലി നമ്മൾ യു വി ഡബ്ല്യു പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. അവിടെ ഏതും വരാം നമുക്ക് ആ ഒരു പ്ലെയിന്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ആ യു വി ഡബ്ല്യു എന്ന് പറയുന്ന പ്ലെയിന് എന്തായിരിക്കണം എന്നാണ് പറയണത്? അപ്പോൾ എന്തായിരിക്കണം? സ്പെരിക്കൽ കോർഡിനേറ്റ് ആയിരിക്കണം. ഓക്കെ, ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് കാർട്ടീഷ്യൻ ആർ തീറ്റ സെറ്റ് സ്പേസ് ഇൻ ടു കാർട്ടീഷ്യൻ എക്സ് വൈ സ്പേസ് എന്ന് പറയുന്നത് ഗിവൺ ബൈ ദ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മളെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് വരിക? എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും സെഡ് ഇസ് ഈക്വൽ ടു സെഡ് എന്നുമാണ് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ എക്സിനും വൈനും സെഡിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ജാക്കോബിയൻ കണ്ടുപിടിക്കണം. അങ്ങനെ ജാക്കോബിയൻ കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നോക്കുക. അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ആ ഇൻ്റഗ്രൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജാക്കോബിയൻ ഓഫ് ആർ നമ്മൾ യു വി ഡബ്ല്യു എന്നുള്ളതിന് പകരം നമ്മളിവിടെ എന്താ പറയേണ്ടത്? നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത് ആർ തീറ്റ സെഡ് എന്ന് പറയുന്ന പ്ലെയിനാണ്. സോ ജാക്കോബിയൻ ഓഫ് ആർ തീറ്റ സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതേമാതിരി എന്ത് പറയാൻ പറ്റും? ഇവിടെ യുക്കും വിക്കും ഡബ്ല്യുക്കൊക്കെ പകരം, അതായത് യു കെ വി ഡബ്ല്യു എന്നുള്ളതിന് പകരം ആർ തീറ്റ സെഡ് എന്നായിട്ട് മാറും. സോ നമുക്ക് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ആൻഡ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതേമാതിരി തന്നെ വൈനെ അതേമാതിരി തന്നെ സെഡിനെ അതേമാതിരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിനെ വിത്ത് റെസ്പെക്ട്, ഇതാണ് നമ്മുടെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരിക? കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. കോസ് തീറ്റേനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ ഇൻറ്റു എന്ത് വരും? ഡോ ആർ ഡിവൈഡഡ് ബൈ ഡോ ആർ 1 അല്ലേ. അപ്പോൾ അതെന്തായിട്ട് വരും? കോസ് തീറ്റ എന്ന് വരും. ഇനി നമ്മൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആർ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് വരും. സോ അതാണ് മൈനസ് ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞത്. ഇതിൽ സെഡിൻ്റെ ടേംസേ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. കാരണം എന്താ? ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് വരും. ഓക്കെ, സിമിലർലി നമ്മൾ വൈ എടുക്കാം, വൈനെ ഇതേമാതിരി ചെയ്യുക. അപ്പോൾ ഡോ വൈ ഡിവൈഡ് ബൈ ഡോ ആർ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ തീറ്റ എന്നും ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ എന്നുള്ളത് ആർ കോസ് തീറ്റ എന്നുള്ളതും ആൻഡ് സെഡ് വൈ ഇതിന് സെഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ 0 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെഡ് എടുത്തു. സെഡിന് വിത്ത് റെസ്പെക്ട് ആറിൽ ചെയ്യുമ്പോൾ ഇവിടെ ആറിൻ്റെ ടേംസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്തായിരിക്കും? 0 ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ചെയ്യാം, ഇവിടെ തീറ്റയുടെ ടേംസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് 0 ആയിരിക്കും. ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫസ്റ്റ് 1 ഇൻറ്റു ഈ ഒരു കോളവും റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ടേം മൈനസ് നമ്മൾ പിന്നെ എന്താ ചെയ്യാറ്? ഈ ഒരു ടേം പിന്നെ ഈ ഒരു കോളും റോയും ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ പ്ലസ് 0 ഇൻറ്റു, അതായത് നെക്സ്റ്റ് ഈ ഒരു ടേം ഇൻറ്റു ഈ ഒരു റോയും
കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ്, ഇങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരാറ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്ത് ചെയ്യുകയാണ്, നമ്മളെ കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങണം എന്നില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഞാൻ 1 അതായത് 1 ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് പോർഷൻ എന്ന് പറയുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് പോർഷൻ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ ഇങ്ങനെ വരും. ദെൻ ബാക്കിയുള്ള ടേം -0 ഇൻറ്റു ആ റോയും ആ കോളും, അതായത് ഈ റോയും ഈ കോളും ഒഴിവാക്കി ബാക്കിയുള്ള ടേംസ്. അപ്പോൾ അതെന്ത് തന്നെ വരിക, 0 വരും. പിന്നെ +0 ഇൻറ്റു അടുത്ത 0 നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ 0 ഇൻറ്റു ആ റോയും ആ കോളും ആ റോയും ഒഴിവാക്കി ബാക്കിയുള്ളത്, അപ്പോഴും തന്നെ ബാക്കി വരിക 0 വരിക. സോ ഈ ബാക്കിയുള്ള ടേംസൊക്കെ നമുക്ക് 0 ആയിട്ട് വരും. ഇതിനെ മാത്രമാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അപ്പം കോസ് തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ആർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. പിന്നെ മൈനസ്, പിന്നെ ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ആർ സൈൻ തീറ്റ എന്ന് വരുമ്പോൾ എന്തൊരും മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. മൈനസ് കൂടി ഇവിടെ എന്തായിട്ട് വരും, പ്ലസ് വരും. 6 നമ്മൾ കോമൺ ആണ്, സോ 6 പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് വരും. അങ്ങനെ വരുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, R ആയിട്ട് മാറും. ദെർഫോർ ഹിയർ ദ ജാക്കോബിയൻ ഈസ് ഈക്വൽ ടു R. നമ്മുടെ ഇവിടുത്തെ ജാക്കോബിയൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ്, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു R ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് y, z dx dy dz which is equal to triple integral over g h of r theta z മോഡ് r. അതായത് ഇവിടുത്തെ ജാക്കോബിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിരുന്നത്, R ആണ് കിട്ടിയിരുന്നത്. സോ മോഡ് ആർ ഡി തീറ്റ ഇൻറ്റു ഡി സെഡ് എന്ന് നമുക്ക് വരും. നമ്മളിവിടെ ഒരു കാര്യം പറയണം, എപ്പോഴും R എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും കൂടി നമ്മൾ പറയണം. അതായത് എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയേണ്ടത്, അതായത് ഈ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അതായത് മോഡുലസ് ഒഴിവാക്കിയിട്ട്, അതായത് h ഓഫ് ആർ തീറ്റ സെഡ് ആർ ഡി തീറ്റ ഡി സെഡ് എന്ന് എന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതായത് R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് വി ക്യാൻ ഡ്രോപ്പ് ദ അബ്സല്യൂട്ട് വാല്യൂ സൈൻ വെൻ എവർ R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നതും ഇതേമാതിരി തന്നെയാണ്. നമ്മുടെ ആ UVW പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് വരുന്ന പ്ലെയിൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് നോക്കാം. അപ്പോൾ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് UVW എന്നുള്ളതിന് പകരം നമ്മൾ എന്തെടുക്കണം, റോ ഫൈ തീറ്റ എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പേസ് ഏതായിരിക്കും, നമുക്ക് റോ ഫൈ തീറ്റ എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക. അതായത് നമ്മുടെ എക്സിനും വൈനൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ. ഇപ്പോൾ സ്പെരിക്കൽ കോർഡിനേറ്റുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ ഒരു ഫോമിലാണ് എടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചു ഇതായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജാക്കോബിയൻ കണ്ടുപിടിക്കണം. ജാക്കോബിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജാക്കോബിയൻ ഓഫ് റോ ഫൈ തീറ്റ ഇസ് ഈക്വൽ ടു എക്സിന് വിത്ത് റെസ്പെക്ട് ടു റോയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിന് വിത്ത് റെസ്പെക്ട് ടു ഫൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ. ഇതേമാതിരി വൈയിനെയും സെറ്റിനെയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സിനെ ചൂസ് ചെയ്യുക. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു റോയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, അതായത് ഇവിടെ ഇത്രയും ടേംസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ റോനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 വരും അല്ലേ. അപ്പോൾ നമുക്ക് അതെന്താ കിട്ടുന്നതാണ്, സൈൻ ഫൈ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇതേമാതിരി വിത്ത് റെസ്പെക്ട് ടു ഫൈയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് റോയും കോസ് തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സൈൻ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈൻ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, കോസ് ഫൈ എന്ന് വരും. ഓക്കെ, അതായിരുന്നു ഇവിടുത്തെ വാല്യൂ വരും. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഏതാണ്, റോ സൈൻ ഫൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ കോസ് തീറ്റേനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക,
അതിനെ കോസ് തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് വരും. സോ ഇതായിരിക്കും നമ്മുടെ 3 എണ്ണം, അതായത് ഈ ഫസ്റ്റ് റോയിലുള്ള 3 എണ്ണം. ഇതേമാതിരി വൈനെയും ഇതേമാതിരി ചെയ്യാം, അതുമാതിരി തന്നെ സെറ്റിനെയും ഇതേമാതിരി ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ജാക്കോബിയൻ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്ന ഫോമിൽ വരാം. ഇത് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോ സ്ക്വയർ സൈൻ ഫൈ എന്നാണ് കിട്ടുന്നത്. ഇതൊന്ന് ഇവിടെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ജാക്കോബിയൻ ഇൻ ദ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ ഫൈ എന്നായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. ഇൻ കേസ് ഇനി ചോദിക്കുകയാണ് ജാക്കോബിയൻ ഓഫ് ദി സ്പെരിക്കൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ എന്ന് പറയുന്നത്, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അതിനുശേഷം ജാക്കോബിയൻ ഇസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് എന്ന് എഴുതി വയ്ക്കാം. അതിനുശേഷം ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് എന്ന് എഴുതണം. ഇനി ഡയറക്റ്റ്ലി ഇത് എഴുതി വയ്ക്കരുത്. നമ്മളപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ദിസ് ഇൻറ്റു ഈ റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കി ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ് മൈനസ് ദെൻ നെക്സ്റ്റ് ടേം ഇൻറ്റു ആ റോയും ആ കോളം മൈനസ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് റിമൈനിങ് വൺസ്, അതായത് ഈ ഒരു പോർഷനിലുള്ള ഡിറ്റർമിനൻ്റ് പ്ലസ് അതായത് ദിസ് ഇൻറ്റു ഈ റോയും ഈ കോളവും കൂടി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഈ ഒരു പോർഷൻ്റെ ഡിറ്റർമിനൻ്റ്, എന്നിട്ട് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് റോ സ്ക്വയർ സൈൻ ഫൈ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുക. ഇൻ കേസ് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? കിട്ടാൻ അറിയണം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സസൈസ് ആയിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വയ്ക്കുകയും ചെയ്യണം. ജാക്കോബിയൻ ഇൻ ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6 ആണെന്നും സ്പെരിക്കൽ കോർഡിനേറ്റ്സിൽ അത് റോ സ്ക്വയർ സൈൻ ഫൈ ആണെന്നുള്ള കാര്യം ജസ്റ്റ് എപ്പോഴും മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തിലോട്ട് ചേഞ്ച് ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മുടെ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ എന്തിലോട്ടാണ്? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എച്ച് ഓഫ് റോ ഫൈ തീറ്റ മോഡുലസ് ഓഫ് റോ സ്ക്വയർ സൈൻ ഫൈ ഇൻറ്റു ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗിവൺ റീജിയൻ ആയിരിക്കും, അതായത് എക്സ് വൈ സെഡ് പ്ലെയിനിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു റീജിയൻ ആയിരിക്കും നമുക്ക് റെഡി എന്ന് പറയുന്നത്. ആ റീജിയനെ നമ്മൾ എന്തിലോട്ട്, അതായത് റോ ഫൈ തീറ്റ എന്ന് പറയുന്ന ആ ഒരു സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള റീജിയനെയാണ് നമ്മൾ മാറ്റി ജി എന്ന് പറയുന്ന തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് തെറ്റിപ്പോകരുത്. അതേമാതിരി തന്നെ നമ്മുടെ ഗിവൺ ഫംഗ്ഷനിലെ എക്സിന് പകരം അതായത് റോ സൈൻ ഫൈ കോസ് തീറ്റ എന്നും വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ എന്നും സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കിട്ടുന്ന പുതിയ ഫംഗ്ഷനെയാണ് നമ്മളിവിടെ എച്ച് ഓഫ് റോ ഫൈ തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിലും എന്ത് വരരുത്? മനസ്സിലാവായ്മ വരരുത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പഠിച്ചു വയ്ക്കാം. സോ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ല സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് കണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്.